ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ജനുവരി 30-നാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത്. ബിജു മേനോനും അതുപോലെ തന്നെ ജോജു ജോസും പ്രധാന വേഷത്തിലെ ചിത്രം. ജിത്തു ജോസഫ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. അപ്പോൾ ആദ്യത്തെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 4 കോടി രൂപ നേടിയിരുന്നു. കേരളത്തിലെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് 6 കോടി രൂപയാണ്. കർണാടകയിൽ നിന്നും 35 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്നും 30 ലക്ഷവും തെലുങ്കിൽ നിന്നും 3 ലക്ഷവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 9 ലക്ഷത്തിനടുത്തുമാണ് ചിത്രം നേടിയത്. ഓവർസീസിൽ മാർക്കറ്റിൽ നിന്നും 4 കോടി രൂപ നേടിയിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 10.5 കോടി അടുത്താണ് ചിത്രം നേടിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ജിത്തു ജോസഫിന്റെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണ്. ഇതിനു മുമ്പ് ആസിഫ് അലിക്കൊപ്പം ഒന്നിച്ച മിറാജും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത ജിത്തു ജോസഫിന്റെ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 ആണ്. അപ്പോൾ ആ ചിത്രത്തിലൂടെ ജിത്തു ജോസഫിന്റെ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വലതുവശത്തെ കള്ളൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10.5 കോടി രൂപ നേടി ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ദിവസം ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ സിനിമ അപ്ഡേറ്റ് റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.